വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെയിൽസ് ഓഫ് രേഷ്മ. ഈ വീഡിയോനെ നമുക്ക് എന്ത് വീഡിയോ ആയിട്ട് പറയാം? ഒരു ഫുഡ് വ്ളോഗായിട്ട് പറയാം. കാരണം ഫുഡ് അടിക്കാൻ പോകുന്ന വ്ളോഗ് തന്നെയാണ്. ഇതൊരു പ്രീ പ്ലാൻഡ് യാത്രയേ അല്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്നതാണ് ഈ ഫുഡ് അടി സ്പോട്ടിലോട്ട്. കഴിഞ്ഞ ദിവസം ഗിർഗാവൺ കാണാൻ പോയതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. ഗിർഗാവൺ ഫെസ്റ്റിന് പോയി അവിടെ കുറച്ച് നേരം കറങ്ങി തിരിഞ്ഞിരുന്നപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു. എന്നാൽ പിന്നെ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ബഹറിനാണെങ്കിലോ ഫുഡ് സ്പോട്ടിന് ഒത്തിരി പ്ലേസ് ഉള്ളൊരു ഏരിയയാണ്. ട്രഡീഷണൽ ബിസിനസ് ബാസ്ക്കറ്റ് വീവിങ്ങും പേളിങ്ങും ആണെങ്കിലും അതിനേക്കാളും എനിക്കിവിടെ കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് കഫറ്റേരിയാസും റെസ്റ്റോറൻറ്റുമാണ്. ഒരു രക്ഷയില്ല, അമ്മാതിരി ടേസ്റ്റാണ് ഓരോന്നും. എവിടെ പോകണമെന്നായിരിക്കും നമുക്കുള്ള കൺഫ്യൂഷൻ. ബഹ്റിനിലുള്ള ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നെങ്കിൽ നല്ല നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൂടെ പറഞ്ഞു തരണം കേട്ടോ. അങ്ങനെ ആ ഒരു ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓൺ ആണെങ്കിലും കട ഓപ്പൺ അല്ല. സ്റ്റാർട്ടിങ് ടൈം ആയി വരുന്നേ ഉള്ളൂ. 8 മണിക്കാണ് തുടങ്ങുന്നതെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ആ ഒരു ഏരിയ. യെസ്, ഇതാണ് കെബാബ് ഗ്രിൽസ്. ഫുൾ ഒരു ഗ്രീൻ സെറ്റപ്പാണ്. നോർമൽ ഒരു ഹോട്ടലിൽ പോയി ആ 4 ചുമരിലിരുന്ന് ഫുഡ് കഴിച്ച് മടുക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ആംബിയൻസ് അല്ലെങ്കിൽ വേറൊരു അന്തരീക്ഷത്തിലിരുന്ന് കുറച്ച് ഓപ്പൺ എയറൊക്കെ ശ്വസിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടാൽ മതി. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, ഈവനിങ്ങേ ഉള്ളൂ ഇവിടെ, ഗ്രില്ല് ഫേമസ് ആട്ടോ. ഇത് ഗ്രിൽസിന് ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. സാധാരണ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഇതൊരു ഒത്തിരി പേർക്ക് ഇരിക്കാനുള്ളൊരു സ്പേസ് ഉള്ള ഏരിയ, നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, ആരും ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് ടൈം ആയിട്ടുള്ള 8 മണിക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞങ്ങൾ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ഇല്ല ഇവിടെ. പക്ഷെ ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസും. ഇവിടെ മുന്നേ ആണെങ്കിൽ കുറേ ബേർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വിൻ്റർ അല്ലേ ഇപ്പോൾ, അത് കാരണം ബേർഡ്സൊക്കെ ഇവരെടുത്ത് മാറ്റി വയ്ക്കുക. സമ്മർ ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഓരോ കേജിൽ ഓരോ കിളികളെയൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇവിടെ ഒരു പോണി ഉണ്ടായിരുന്നു. പോണിയിൽ നമുക്ക് കിച്ചന് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതും കാണുന്നില്ല. ഇതെല്ലാം ഒരു റൈഡാണ്. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ടാണ്, ഒന്നും റണ്ണിങ് അല്ല. ഇപ്പോൾ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഏത് റൈഡിൽ വേണോ കയറാം. ഇതൊരു ചെറിയൊരു വാട്ടർഫോൾ ലൈൻ. മീനൊന്നുമില്ല. നല്ല തണുത്ത കാറ്റുണ്ട്. ഇങ്ങോട്ട് വരണം എന്നുള്ള യാതൊരുവിധ പ്ലാനും ഇല്ലാത്തത് കാരണം കുട്ടിയൊക്കെ ഓടി ജാക്കറ്റ് ഒന്നും എടുക്കാതെ വന്നത്. നല്ല തണുത്ത കാറ്റാണ്. എനിവേ കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട്. അതിനകത്തിരിക്കാം. ആ ഒരു ടെൻറ്റ് കേട്ടോ, അതിനകത്തിരിക്കാം. അല്ലെങ്കിൽ ഈ ഓപ്പൺ ഏരിയയിലിരിക്കാം. അവിടെ അതൊരു ടെൻറ്റാണ്. ആ ടെൻറ്റിലിരിക്കാൻ ഫുൾ മൂൺ ഡേ പോലെ, ഫുൾ മൂൺ ഡേ ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഓക്കെ, മൂന്ന് നല്ല ഓപ്പൺ സമ്മർ സീസണിലൊക്കെ വന്നാൽ ഓപ്പൺ ഏരിയയിലിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ ഗ്രില്ല്, ചിക്കൻ ടിക്ക, എല്ലാ ഗ്രിൽ ഐറ്റംസ്, കബാബ്, ഫിഷ് ഗ്രില്ല് അതൊക്കെ കിട്ടും. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് റംസാൻ ടൈമിൽ മാത്രം റൈസും കൂട്ടിയിട്ടാണ് ഗ്രില്ല് കിട്ടുക. ഫിഷ് ഗ്രില്ലായാലും എന്ത് ഗ്രില്ലും നമ്മൾ മേടിക്കുമ്പോൾ റൈസും കൂട്ടി കിട്ടും. പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ റൊട്ടി, ഇവിടുത്തെ കുബൂസ് അതും കൂട്ടിയാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ റൈസും കൂട്ടിയിട്ട് ഫിഷ് ഗ്രില്ല് കഴിഞ്ഞ റംസാൻ ടൈമിൽ കഴിച്ചതാണ്. അപ്പോൾ ആ ഒരു കൊതിയിൽ ഇന്ന് വന്നതാണ് കേട്ടോ. ഇതിനാണെന്നറിയില്ല, ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടിയിൽ ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് ഇവിടെ കൊണ്ടിട്ടേക്കുന്നു. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. എന്ത് ഫീൽ കിട്ടാനാണോ എന്നും അറിയില്ല. ഇത് അവരുടെ കുക്കിംഗ് ഏരിയ ആണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ പുക വരുന്നത് മാത്രം കാണാം. ഇത് ജസ്റ്റ് വാഷ് ഏരിയ, ലേഡീസ്, ഇത് ജെൻസ് അവിടെ. അപ്പോൾ ഇനി ഫുഡ് നമുക്ക് ഓർഡർ ചെയ്തതിന് ശേഷം ബാക്കി കാണാം. എവിടെ ഇരിക്കാം? എവിടെ ഇരിക്കാം? അവിടെ പാവ കൊച്ചിന് തണുപ്പത്ത് വീട്ടിൽ നിന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരികയെന്ന്. ജാക്കറ്റ് എടുക്കാതെ കണ്ടോ തണുത്ത് വിറച്ചതേണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? എന്തുവാ തണുക്കുവാ? അച്ഛനാ കൊണ്ടുവന്ന സ്ഥലം.
പക്ഷെ ഇപ്പൊ ഇതിനകത്ത് വലിയ തണുപ്പില്ലല്ലോ, നമ്മൾ ടെന്റിനകത്തല്ലേ ഇരിക്കുന്നത്. തറയിരുന്നു കഴിക്കണോ? ഇറങ്ങിയിരുന്നു. കനിക്കുട്ട ഹലോ, കോൾഡ് ഉണ്ടോ? തണുക്കുന്നുണ്ടോ? ബേബീസ് കാറിരുന്ന് ഉറങ്ങി ക്ഷീണിച്ചിരിക്കുവാണ്. എഴുന്നേറ്റപ്പം വിചാരിക്കും ഈ ദുഷ്ട അച്ഛനും അമ്മയും എന്നെ ഇതെവിടെ കൊണ്ടുവന്നിരിക്കുവാണ്, എനിക്ക് തണുത്ത് വയ്യ, അവരൊരു ജാക്കറ്റ് പോലും ഇടാതെ എന്നെ ഈ തണുപ്പത്ത് കൊണ്ടുവന്ന് എന്തിനാ ഈ കൂരയ്ക്കകത്തിരുന്നത്? എന്നെ കാറ്റ് കാറ്റ് അമ്മേ എൻ്റെ അടുത്ത് തന്നെ വന്ന് പോടാ. എന്നോട് കളിക്കാ പോടാന്ന് പറഞ്ഞിട്ട് 3 2 ഒന്ന് അതിൻ്റെ അടിയിലോട്ട് പോയി ഓൾറെഡി. തടിയന്റെ അപ്പുറത്തുനിന്ന് വരുന്നു. ഓ ഫുഡ് കഴിക്കാൻ ആളില്ലെങ്കിൽ എന്താ, ആവശ്യത്തിലധികം ആൾക്കാർ വേറെ ഉണ്ട്. ഇവിടെ കഴിക്കാൻ ആളില്ലെങ്കിൽ എന്താ, പേര് കിട്ടും, മിട്ടു ചിന്നു അപ്പു. ശരി, കുറച്ച് കഴിയുമ്പോൾ വീട്ടിലെടുത്തോണ്ട് പോകണമെന്ന് പറയാതിരുന്നു. എന്റെ അടുത്ത് ഒരെണ്ണം കിടക്കുന്നു, കഴിച്ച് പോടാ അങ്ങോട്ട്. പോയേ പോയേ. Say hi. 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 Mittu. ഹായ്, ഒരു ഹായ് പറഞ്ഞേ. എന്താ നോയിക്കൊണ്ട് നടക്കണേ? ഒരു ഹായ് പറയേ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറയേ. താല്പര്യമില്ല. ആ ഹായ്. അയ്യോ അപ്പ ദോ വരുന്നു അടുത്തത്. എൻ്റെ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഷെയ്ഡ്. അവിടെ രണ്ടുപേരുണ്ട്. ഓക്കെ, അവൻ പോവുക, അവൻ ഇവരെ കൂട്ട് വിട്ടെന്ന് തോന്നുന്നു. ഫുഡ് വന്നു. അപ്പം ഞങ്ങൾ 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഐറ്റം വന്നു, ഇത് റക്കബ എന്നാണ് ഇതിനെ പറയുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തിരുന്നുണ്ട്. ഫിഷ് ഗ്രില്ല് വന്നു. സീ ബ്രീം ഫിഷിൻ്റെ ഗ്രില്ലാട്ടോ ഇത്. എനിക്കിവിടെ വന്നൊന്ന് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഗ്രില്ലാണ്. ചേട്ടന് ഇഷ്ടമായിരുന്നു ഒന്ന്? ഓക്കെ, ഇവിടെ ടിക്ക കബാബ് എല്ലാം നല്ലതാണ്. ഞാൻ അന്ന് കഴിഞ്ഞ റംസാൻ ടൈമിൽ വന്നപ്പോൾ ഫിഷ് ഗ്രില്ല് മേടിച്ചു. അന്ന് റൈസിൻ്റെ കൂട്ടത്തെ കിട്ടി. അപ്പോൾ സെക്കൻഡ് ടൈം വന്ന് ഗ്രില്ല് മേടിച്ചപ്പോൾ ഞങ്ങൾക്കന്ന് കുബൂസിൻ്റെ കൂടെ കിട്ടി. അപ്പോൾ എനിക്ക് അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ട. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞാൽ റംസാൻ ടൈമിൽ മാത്രമേ നമുക്ക് റൈസിൻ്റെ കൂടൊപ്പം ഫിഷ് ഗ്രില്ല് കിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് റംസാൻ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ വന്ന് നമ്മളെന്താ റൈസിൻ്റെ കൂടെ ഫിഷ് ഗ്രില്ല് അടിക്കാൻ പോവാം. അപ്പം ഞങ്ങൾ കഴിച്ച് വയറൊക്കെ നല്ല ഹെവിയായി. ഇനി കൈയൊക്കെ കഴുകി വീട്ടിലോട്ട് പോവാം. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളെ നാട്ടിലെ കല്യാണ പന്തലുണ്ടല്ലോ, റിസപ്ഷൻ, അത് ഓർമ്മ വരുന്നത്. ഒരു കല്യാണത്തിന് ലൈറ്റിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തത് കണക്ക് കല്യാണ റിസപ്ഷൻ, അതാണ് എനിക്കിവിടെ വരുമ്പോൾ കിട്ടുന്ന ഓർമ്മ. ഞാൻ ആദ്യം പറഞ്ഞില്ല ഇവിടെ ഒരു പോണിയുണ്ട്, അതിൽ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്താന്ന്. ഇതാ അത്. കന്നി, do you want to go? You want pony? No. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നൈറ്റ് കർബാബാദ് ഫുഡടി വിശേഷം. See you in the next video. Take care. Bye bye.